രാഹുൽ ഗാന്ധി തന്നെയാണ് ഇവിടെ ഈ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വം വഹിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതൊരു ഒരു എന്താ പറയുക, ഒരു എസെൻഷ്യലി അങ്ങനെയായി മാറിയ ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ അതേസമയം രാഹുൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ രാഹുൽ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന കാഴ്ചപ്പാടിലേക്കോ എന്ന അവസ്ഥയിലേക്കോ പോകുന്നതും ഒട്ടും ഗുണകരമല്ല. ഇപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞില്ലേ, ജൂലൈ 10 ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് നടക്കേണ്ടതായിരുന്നു. ജൂലൈ 10 ഞാൻ മനസ്സിലാക്കുന്നത് പ്രയാഗ്രാജിലായിരുന്നു. നേരത്തെ കോട്ടയിൽ നടന്ന, രാജസ്ഥാനിലെ കോട്ടയിൽ നടന്ന ആ പരിപാടി യു പിയിലെ പ്രയാഗ്രാജിലാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. അത് നടന്നിട്ടില്ല. അതിന് വ്യക്തമായ കാരണം പറഞ്ഞിട്ടില്ല. നീട്ടിവെക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. 19 നീട്ടിവെച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് അവിടെയുള്ള നേതാക്കൾക്ക് കുറച്ച് ആശ്വാസമായി എന്ന റിപ്പോർട്ട് വേറെ കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ വലിയ പ്രയാസമായിരുന്നു അവർക്ക്. അതുപോലെ തന്നെയാണ് പറ്റ്നയിൽ നടത്താൻ തീരുമാനിച്ചതും നീട്ടിയത്. പറ്റ്നയിൽ പക്ഷേ വേറൊരു കാര്യമുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു. അവിടെ ബങ്കിപ്പൂർ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു. അതുകൊണ്ട് അവിടെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അത് നടത്താൻ പറ്റില്ല എന്നുള്ളത് ഒരു റീസൺ അവിടെ പറയാം. പക്ഷേ ഞാൻ പറയുന്നത്, അദ്ദേഹം വരേണ്ടതാണ്, അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യേണ്ടതാണ്. ഇതിന് എന്തെങ്കിലും എന്താ പറയുക, പ്രഖ്യാപിച്ചൊരു അന്ന് കോട്ടയിൽ അത് നല്ല വിജയമായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു തുടർ പ്രക്ഷോഭം അല്ലെങ്കിൽ തുടർ പരിപാടി നിശ്ചയിച്ചിട്ട് നടക്കാതെ പോകുന്നതൊക്കെ വളരെ മോശം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനെ കാണേണ്ടത്, ഇത് ഏതോ തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് മാത്രം ബാധ്യതപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ പാർട്ടിയെയും അതുപോലെ തന്നെ ഈ പാർട്ടി രൂപം കൊടുത്ത പാർട്ടിയുടെ ബേസിസിലുള്ള ഇന്ത്യ സഖ്യത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രാഹുൽ ഗാന്ധിയുടെ മാത്രം കടമയാണ് എന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അത് കൊണ്ടുപോകുന്നതും ഒരു പ്രയാസകരമായ കാര്യമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു കോൺഗ്രസ് ആവട്ടെ, കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷികളാവട്ടെ, നിത്യം സമരത്തിലാവേണ്ട ഒരു കാലഘട്ടമാണിത്. അല്ലാതെ എപ്പോഴെങ്കിലും തയ്യാറാക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലുമൊക്കെ എന്താ പറയുക, സ്ഥലത്ത് മാത്രമോ കേന്ദ്രീകരിച്ചോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സമര പരിപാടികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാഴ്ചകളോ ഒക്കെ നടത്തുക എന്നതല്ല വേണ്ടത്. ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് വെച്ചാൽ എല്ലാ ദിവസവും അവർ സ്ട്രീറ്റിൽ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണല്ലോ CJP ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കോക്രോച്ച് ജനതാ പാർട്ടി അവിടെ പ്രക്ഷോഭം തുടങ്ങിയിട്ട് എത്ര നാളായി? അതുപോലെ തന്നെ അതിനോടൊപ്പം വന്നു നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ സോഷ്യൽ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്ക് നിരാഹാര സമരത്തിലാണ്, അല്ലേ? അത് ചെയ്യേണ്ട ആളുകളാണ് ഇത് ചെയ്യാതിരിക്കുന്നത്. അതിന് പകരം രാഹുൽ ഗാന്ധി എവിടെയോ പോയി എന്നതുകൊണ്ട് മാത്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതൊക്കെ മണ്ടത്തരമാണ്. ഈ പാർട്ടിയുടെ എന്താ പറയുക, കോൺഗ്രസിൻ്റെ അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണത്. അത് മറികടക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പോകുന്നതിന് സംഘപരിവാർ ഒരു തരം പ്രത്യേകമായ കളിയാക്കലുകളൊക്കെ ഉണ്ട്. അതിന് ഇപ്പോൾ അയാൾ സബാറ്റിക്കൽസ് എടുക്കാനുള്ള ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു ഇതിനെ ഞാൻ അതിനെ തെറ്റായി കാണുന്നില്ല. പക്ഷേ ശരിയാണ്, ഒരു അർജൻസി ഒരു സംഗതിയൊക്കെ ഇതിനകത്ത് വേണ്ടതാണ്. പക്ഷേ അത് മാത്രമാണ് ഒരു പ്രശ്നം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും മുന്നിട്ടിറങ്ങാൻ കഴിയാത്തതിനും സ്ട്രീറ്റിൽ ഇല്ലാതിരിക്കുന്നതിനും അതാണ് കാരണമെന്ന് കരുതി അതിൽ ചാരാനുള്ള ഒരു രീതി ഒട്ടും തന്നെ ശരിയല്ല. വേണ്ടതെന്ന് വെച്ചാൽ ബഹുജന പ്രക്ഷോഭമാണ്. ആ ബഹുജന പ്രക്ഷോഭം നടക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇവർ ആലോചിക്കേണ്ടത്. നിത്യവും എല്ലാ ദിവസവും സ്ട്രീറ്റിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പം നീറ്റുമായി ബന്ധപ്പെട്ട് ഈ സംഗതികൾ ഇത്രയും വീഴ്ചകൾ ഉണ്ടായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ തുടരുകയാണ്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കൂ. ഒരാൾ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. ഞങ്ങളുടെ പ്രശ്നം മൂലമാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രധാനമന്ത്രി ഇന്നേ വരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടില്ല. അയോധ്യയിലെ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒരക്ഷരം മിണ്ടിയോ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ അയോധ്യ വിഷയമാവട്ടെ, നീറ്റ് പ്രശ്നമാവട്ടെ, SIR വിഷയമാകട്ടെ, ഇതിലെല്ലാം എന്ന് പറഞ്ഞാൽ നിന്ന് കത്തേണ്ട ദിവസങ്ങളാണിത്. അത് സംഭവിക്കുന്നേയില്ല. അത് ഏതോ ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കോൺക്ലേവ് പോലുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന പരിപാടിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുകയാണ്. രാഷ്ട്രപതി ചീഫ് ജസ്റ്റിസിൻ്റെ കത്തെഴുതി ഉണ്ടാതിരിക്കുകയാണ്. ഏത് SIRൽ ചീഫ് ജസ്റ്റിസിന് ഒരു കത്തയച്ച് അതിൽ അടയിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുക? അതിനെ മറികടക്കാനുള്ള, അത് എന്തുകൊണ്ട് ഇൻഹറൻ്റായിട്ട് ആ ഒരു പ്രശ്നത്തിൽ കോൺഗ്രസും പ്രതിപക്ഷവും നിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം. അതിൽ നിന്ന് മറികടപ്പ് സ്വാഭാവികമായിട്ടും DMKയുടെ സഖ്യം ഇല്ലാതായതിൻ്റെ ഒരു പ്രശ്നം അവിടെയുണ്ട്. ബംഗാളിലാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് തകർന്നടിയുന്നൊരു വിഷയം അവിടെയുണ്ട്. അപ്പോൾ കോൺഗ്രസിനാണ് ഇപ്പോൾ സാധ്യത മുമ്പിലുള്ളത്.
കോൺഗ്രസ് ആ സംഗതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് ലീഡ് ചെയ്യാനും അത് എന്താ പറയുക ആ നിലയ്ക്ക് ഡൽഹിയെ പ്രക്ഷോഭം അതിനകത്ത് പ്രക്ഷോഭം കൊണ്ട് നിറയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ് ഇത്തരത്തിലുള്ള എക്സ്ക്യൂസൊക്കെ പറഞ്ഞത്. പാറ്റ്നയുടെ കാര്യത്തിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പാറ്റ്നയിൽ ഈ സംഗതി മാറ്റിവെച്ചത് അവർക്ക് വലിയ അനുഗ്രഹമായി എന്നുള്ള റിപ്പോർട്ട് ഞാൻ ഇന്ദ്രസ്പെസിൽ കണ്ടു. എന്താണ് സംഗതി? അവർക്ക് ആളെ കിട്ടുന്നില്ല അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി. പിള്ളേരെ കൊണ്ടുവരണമല്ലോ, ആളെ കിട്ടുന്നില്ല. അതുകൊണ്ട് ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ആ പരിപാടി മാറ്റിവെച്ചതുകൊണ്ട് സമാധാനമായി എന്ന് പറഞ്ഞൊരു സ്ഥാനം ഞാൻ കണ്ടു. ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അപ്പോൾ അതാണ് മാറേണ്ടത്. ആളെ കൂട്ടാനുള്ള അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുക, ആളുകളെ തെരുവിലിറക്കുക. അതാണിപ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ രാഹുൽ ഗാന്ധി അവിടെ പോയോ അയാൾ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നു എന്നുള്ളത് വിഷയമല്ല. വിഷയം ആക്കാൻ വേണമെങ്കിൽ അത് ഞാൻ പറയുന്നത് ഒരു നേതൃത്വത്തിൻ്റെ എന്താ പറയുക, ഒറ്റയാൾ നേതൃത്വത്തിലേക്ക് അതിനെ ചുരുക്കാനുള്ള ശ്രമത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണ് എന്ന് കരുതേണ്ടി വരും.